അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകണമെന്ന് വെച്ചാൽ കോട്ടപ്പുറം മാർക്കറ്റ് കാണാനായിട്ടുള്ള വീഡിയോ ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു 6 മണിക്ക് എത്തുന്ന ലെവലാണ് അവിടെ നമ്മൾ ചെന്നത്. പക്ഷേ കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു, അവിടെ മഴയായിരുന്നു. അതിൻ്റെ പേരിൽ ഫുള്ളായിട്ടുള്ള എല്ലാം കൂടി അങ്ങോട്ട് തിരക്കുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എങ്കിലും നമ്മൾ ഏകദേശം ഒരുവിധം കുഴപ്പമില്ലാത്ത ലെവലിൽ വീഡിയോ എടുത്തിട്ടുണ്ടായി. പിന്നെ അവിടുത്തെ സ്റ്റാർട്ടിങ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിയൊക്കെ തുടങ്ങി സ്റ്റാർട്ടാവുമെന്നാണ് അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. ഇങ്ങനെ അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് പോയി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ചെല്ലണമെങ്കിൽ ഇതേപോലെ തന്നെ ഐറ്റംസ് കൊണ്ട് ഇറക്കണ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. നമുക്ക് പറ്റണമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു മാർക്കറ്റാണ് കേട്ടത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇപ്പോൾ നമുക്ക് ഓരോ വർഷം ചെല്ലുന്നതോറും അത് പൊളിച്ച് പുതിയ പുതിയ മോഡലുകളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഴയൊരു കാലഘട്ടം നമുക്ക് പഴയൊരു ബിൽഡിങ്ങും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മത് ഈ വീഡിയോ എടുത്ത് കിട്ടിയേക്കണത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു കാലത്ത് കോട്ടപ്പുറം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടിട്ട് ആദ്യകാലത്തൊക്കെ വീഡിയോസുകൾ ചിലപ്പോൾ ഉണ്ടാകാം, ഫോട്ടോസായിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നിന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോന് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. കാരണം പഴയ ബിൽഡിങ്ങുകളുണ്ട് അവിടെ, ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇനി അവിടെ. പിന്നെ അത് കുറേയൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ പഴയതിനെയൊക്കെ നമ്മൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ കായ മാർക്കറ്റാണ് ഇപ്പോൾ ഇവിടെ വന്ന് കായയുടെ സെക്ഷനാണ് ഈ വന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടികളിൽ വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ നാടൻ കായകൾ താഴെ വെച്ച് വിൽക്കണതുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ലോഡ് വന്ന് അവിടെ കിടന്നിട്ട് പുറത്ത് നാട്ടിൽ നിന്ന് മനുണ്ട്, നമ്മുടെ നാട്ടിലെ മനുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് കായ അടന്നുപോയ കായ വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷനും കിട്ടും. കായ വറക്കണവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കടയിൽ ഒരു കടക്കാരനോട് സംസാരിച്ചപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ കടക്കാരൊക്കെ വെളുപ്പിന്, അതായത് 2 മണി 3 മണിക്കൊക്കെ അവിടെ എത്തുമെന്നാണ് പറയണത്. ഈ ചെറുകിട കടക്കാർ മാത്രമാണ് അത് ഈ സമയത്ത്, ഞാനിപ്പോൾ ചെല്ലുന്ന സമയത്തൊക്കെ ആൾക്കാർ മറ്റേ ചെറിയ കടക്കാർ മാത്രമേ വരുള്ളൂ. പിന്നെ ആദ്യകാലത്തെ പോലെ പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ചന്തയിൽ വരാം. നമുക്കറിയാൻ പറ്റും, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചന്തക്കോണം എന്ന് പറയാറുണ്ട്. അന്നെന്ന് വെച്ചാൽ ചെറിയൊരു കടക്കാരമായാലും അവർ മാർക്കറ്റിലോട്ട് വന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ചെയ്യണ, ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ വണ്ടിക്ക് അവിടെ എത്തിച്ച് കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് അവരോട് പറഞ്ഞാൽ മതി, അവരത് വണ്ടിക്ക് 10 നേരം വെളുത്ത് അവിടെ എത്തിച്ച് കറക്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ കൂലി ചിലവും അങ്ങനെ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുകിട കടക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വലിയ കടക്കാർ മാത്രം രാവിലെ പോയി ചെന്ന് മാർക്കറ്റിൽ പോയിട്ട് നല്ല ഐറ്റംസ് നോക്കി എടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മെയിനായിട്ട് ഒരു ആദ്യകാലത്തൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നത് കയറ് കാണുമായിരുന്നു, നമുക്ക് ചകിരി കയറ് കാണുമായിരുന്നു. അതെല്ലാം ഔട്ടായി. ഇപ്പോഴൊക്കെ എന്താ പറയുക, ഈ തവണ ഞാൻ പോയിട്ട് നോക്കിയിട്ടില്ല. ഒരു കടയിൽ മാത്രം 1-2 നിസ്സാരമുള്ളൂ. അല്ലെങ്കിൽ ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിക്ക് വന്ന് അവിടെ അടുത്ത് ഇറക്കി ലോഡ് കണക്കിന് കൂട്ടുവരുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചരട് വന്നതോടുകൂടി ഇവർ അങ്ങോട്ട് പതുക്കെ വലിഞ്ഞകത്തോട്ട് പോയി. പക്ഷേ എന്നാലും ഇപ്പോഴും ഉണ്ട് കയറ്, അങ്ങനെ ചെറിയ കയറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടങ്ങളിലെ കൂടുതൽ പണ്ട് കൊല കെട്ടാൻ എന്താ പറയുക, തേങ്ങയുടെ കൊല ഒടിഞ്ഞൊക്കെ പോകില്ലേ, വാട്ടം വന്ന് ഒടിഞ്ഞൊക്കെ പോകുമ്പോൾ കെട്ടാൻ വേണ്ടിയൊക്കെയാണ് കൂടുതൽ നമ്മൾ കൊലക്കയറ് വാങ്ങിക്കുമായിരുന്നു. കൊല കെട്ടാനുള്ള കയറ് വാങ്ങിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതിനും ഇപ്പോൾ പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അതിനെപ്പറ്റി ഇപ്പം നമ്മളുടെ ഞാനിപ്പോൾ ഈ സഞ്ചരിക്കുന്ന റൂട്ടുകളിലൊന്നും ഈ കയറ് കൊണ്ട് വലിച്ച് കെട്ടി ആ കൊലേനെയൊക്കെ നിർത്തേണ്ട ഒരു കാലം ഇപ്പോൾ കണ്ടിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ അത് എല്ലാ സീസണിലും അവിടെ തെങ്ങേറാൻ ഒരു ചെയ്യുമായിരുന്നു. കൊല വലിച്ചിടേണ്ട ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ കൊലയ്ക്ക് കുത്തു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് ഈ പോണ വഴിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ ചെറിയ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് അത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തോണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു ഒരു പാർക്കിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടത്. ഇപ്പോഴും നമുക്ക് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റിൻ്റെ തിങ്കളും വ്യാഴമാണ് കോട്ടപ്പുറം ചന്ത വന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഇതിലെ ബസ്സുകളോ വണ്ടികളോ ഒന്നും വിടില്ലാതെ അത്രയും തിരക്കായിരിക്കുള്ളൂ. ഉച്ച വരെ എന്തോ വണ്ടികൾ ഓടില്ലായിരുന്നു. അങ്ങനെയായിരുന്നൊരു കാലഘട്ടം.
ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ റോട്ടിലെ കൂടെ വണ്ടിയൊക്കെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്, ബ്ലോക്കൊന്നുമില്ല, എല്ലാം ഉണ്ട്. എന്നാലും വണ്ടികളൊക്കെ ഉണ്ട്. ഉന്ത് വണ്ടിയായിട്ടും പോകുന്നുണ്ട്, അർബാനായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട്, തലച്ചുമടായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെല്ലാം കൊണ്ടും ഒരുവിധം തിരക്കുണ്ട്. പിന്നെ നമ്മൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ. മൊത്തത്തിലായാലും അറിയപ്പെടും. ഇപ്പോൾ കോട്ടപ്പുറം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണത്. പിന്നെ മെയിനായിട്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പഴയ ബിൽഡിങ്ങുകളുടെ ആ ഒന്ന് കവർ ചെയ്യണം, അങ്ങനെ ഒരു മനസ്സിലാഗ്രഹങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല, എടുത്ത് കാണാനുള്ള ഒരു ഓപ്ഷനിൽ പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് മീൻ മാർക്കറ്റ്, ഉണക്കമീൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റിലയ്ക്ക് ഒരു ഫേമസ് ആയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെറ്റിലയുടെ. കാരണം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റില കിട്ടില്ല അത്രയും. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെളുപ്പിന് വന്ന് ഉറക്കൊളിച്ച് അവിടുത്തെ എന്താ പറയുക, അതിന് സെപ്പറേറ്റ് തറവാടകയൊന്നും കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. തറവാടക കൊടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലാത്തവരൊക്കെ സൈഡിലിരുന്ന് ഉറക്കൊളിച്ചിരിക്കണം. അവിടെ ചെന്ന് ഇതിന് കാവൽ പോലെ കിടക്കണം ആ കാലഘട്ടം. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ അവിടെ ചേന മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചേനയുടെ കൃഷി ചെയ്യുമ്പോൾ കോട്ടപ്പുറം മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു തറവില ഉണ്ടായിരുന്നു. ഇപ്പോൾ പറവൂർ മാർക്കറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ എടുത്തിട്ട് നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അത് അവർ തൂക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ തൂക്കി അതിൻ്റെ അവരുടെ ലാഭത്തിൽ നമുക്ക് പൈസ തരും. അങ്ങനത്തെ സിസ്റ്റമുണ്ട്. ഇതിപ്പോൾ അവിടെ വൈകുന്നേരം ഒരു മാർക്കറ്റ് ഇപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരമൊക്കെ അതിലെ പോകുമ്പോൾ കാണാൻ പറ്റും ആൾക്കാർ ഓരോ ഐറ്റംസ് കായകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോ സെക്ഷനായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അതിൻ്റെ ആൾക്കാരുണ്ട് നോക്കാനുള്ള. അവർ നോക്കി അത് വിറ്റ് അതിൻ്റെ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ അവരുടേതായ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇപ്പം കോട്ടപ്പുറം മാർക്കറ്റിൻ്റെ വിശേഷം ഇപ്പോഴത്തെ എങ്ങനത്തെയൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അതേപോലെ ഇതേപോലെ കടകളിൽ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ ചെറുകിടക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ച് വെച്ചാൽ 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് എടുത്തിട്ട് നല്ലത് നോക്കി എടുത്തിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ വീടുകളിലോട്ട് വന്ന ആൾക്കാർ ആഴ്ചകളിലോട്ടൊക്കെ സാധനങ്ങൾ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും 2 വീലറും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓടി വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ച വരെയൊക്കെ ആൾക്കാർക്കുള്ളൊരു സാധനങ്ങൾ അവിടെ കിട്ടും. ചില ദിവസങ്ങളിൽ നേരത്തെ കഴിയും, എന്നാലും കിട്ടും. ഇപ്പോൾ വേപ്പിലയായാലും അവിടെ അങ്ങനെ കിട്ടും. ഞാനൊക്കെ വേപ്പിലൊക്കെ ഫ്രീ കിട്ടുമെന്നാണ്. പക്ഷേ പച്ചക്കറി കടക്കാർ നമുക്ക് വേപ്പില ഫ്രീ ആയിട്ട് തന്നത് കേട്ടോ. പക്ഷേ അവർ അവിടെ പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. ഞാൻ വെറ്റിലയുടെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ വെറ്റിലുണ്ട്. പക്ഷേ ആദ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെറ്റിലേക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു കാലം ഉണ്ടായി. ഇപ്പം അത്രയും ഡിമാൻഡ് കുറവാണ്. കാരണം മുറുക്കണ ആൾക്കാരൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, എത്രയോ പഴക്കമുള്ള ബിൽഡിംഗ് ആയിരിക്കും എന്നറിയാം. ഇത് ചിലപ്പോൾ ഒരു 2-3 വർഷം കൂടി ചിലപ്പോൾ അത് അവിടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊളിച്ച് പുതിയ ബിൽഡിങ്ങിലോട്ട് മാറും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് കവർ ചെയ്യണത്. എങ്ങനെയായിരുന്നു കോട്ടപ്പുറം മാർക്കറ്റ് എന്നുള്ള ഒരു ലെവലിൽ. ഫോട്ടോസ് ചിലപ്പോൾ പഴയതിലൊക്കെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പക്ഷേ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോണൊരു സമയത്ത് നമുക്കതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഫേസ്ബുക്കിലോ ഇതിനകത്തൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്ക് കാണാനുള്ളൊരു സൗകര്യം നമുക്ക് കിട്ടും. അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതായത് എന്താ പറയുക, നമ്മൾ സേവ് ചെയ്ത് വെക്കാനുള്ളൊരു വേറൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നില്ല. ഇതാവുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവിടെ നമുക്ക് എന്തായാലും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ മാർക്കറ്റിൻ്റെ വിശേഷം ഉണ്ടത്. അവിടെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് അവിടെ വെച്ചേക്കണം അവർ. അതേപോലെ തന്നെ ഈ കാണിക്കേണ്ട സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണത്. ഇത് മാന്തളരിലെ ഉപ്പ് വേർതിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾക്ക് മറ്റേ മാന്തളരിലെ. അതേപോലെ നല്ല ഫ്ലവർ പൂ പോലെയുള്ള ഡിസൈനിലാണ് അവർ മീനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അതേപോലെ വേറൊരു പഴയ ബിൽഡിങ്ങാണിത്. ആദ്യം ഇത് ഫുൾ പണ്ടത്തെ ഒരു സ്റ്റൈലിലായിരുന്നു. അത് പിന്നെ അവിടെ വഴിവിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് അവർ നല്ലൊരു അവിടെ മാർക്കറ്റ് കുറേ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഓരോ വണ്ടികൾ റിവേഴ്സ് വന്ന് ഇടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിലൊക്കെ ഈ കടവിൽ കൂടെ വഞ്ചി വന്ന അടുത്താണ് വഞ്ചിക്കായിരുന്നു പണ്ട് കൊണ്ടുപോയിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചന്ത വന്നിട്ടുള്ളൂ എന്ന് പറയും കടക്കാരൻ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ കേട്ടോ. ഓക്കേ.